എന്താ ചെയ്യേണ്ടത്? എന്താ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്? ബീഫ് ഉണ്ടാക്കാനാ? അടിപൊളി. എന്നാ അച്ഛൻ വന്നല്ലേ അല്ലേ? നമുക്ക് സൺഡേ സ്പെഷ്യൽ ബീഫ് ആക്കിയാലോ? കൊടി അച്ചോട് പോയിട്ട് വാങ്ങിട്ട് വരാൻ പറയും. ബീഫ് ബിരിയാണിയോ? എന്താടാ കുറച്ച് പിടിക്കും, നമുക്ക് ഉണ്ണിയുള്ളതല്ലേ, അത്രക്കൊന്നും പറ്റത്തില്ല. നമുക്ക് ബീഫ് റോസ്റ്റും പൊറോട്ട ആക്കിയാലോ? സെറ്റ് കൊടി. അച്ചോട് ബീഫ് വാങ്ങിട്ട് വരാൻ പറയും. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ അച്ഛ ബീഫ് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഇനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകും. ബീഫ് റോസ്റ്റും പൊറോട്ട സൺഡേ സ്പെഷ്യൽ. അടുപ്പ് സെറ്റായിട്ടുണ്ട്. അടുപ്പ് ഞങ്ങൾ പുറത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കി അടുപ്പാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ബീഫ് നമ്മൾ വേവിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ചെറുത് വഴക്കുണ്ടാക്കിയത് കാരണം. അമ്മ അത് വേവിക്കാൻ വേവിച്ചു. അതുപോലെ ഇതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമേ ഇപ്പം കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഉരുളിയിലേക്ക് ഓല ഒഴിച്ചു കൊടുക്കാം. ഓല് കുറച്ച് അധികം വേണം കേട്ടോ. സവാള അരിഞ്ഞിട്ട് സവാള ഒരു 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മീഡിയം സൈസുള്ള 4 സവാള. സവാള നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊട്ടണ സൗണ്ട് നല്ല രസാലേ ഇതില്, അളക്കുമ്പോ കിട്ടുന്ന സൗണ്ട്. നല്ലൊന്ന് പറഞ്ഞോട്ടെ. കത്തിക്കൊന്ന് വേഗം. ഇനി ഇതിലേക്ക് അപ്പൂസ നിക്കവിടെ. സവോള കുറച്ചൊക്കെ വാടിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ, ചതച്ച് വെച്ചിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. തീൻ്റെ പവർ കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് വലിയ തിളച്ച് പൊന്തലൊന്നും ഇല്ല ഇതിട്ട് വെച്ചിട്ട്. ഓക്കെ, അടുപ്പ് ചൂടായില്ലെങ്കിൽ നമ്മുടെ ചട്ട നല്ല ചൂടായിട്ടുണ്ട്. അപ്പൂസ് കയ്യും പൊള്ളി കരിഞ്ഞു പോയിട്ടാ. കരിഞ്ഞു പോയിന്ന്, സോറി, അപ്പൂസ് കയ്യും പൊള്ളി കരഞ്ഞു പോയിട്ടാ. ഇപ്പൊ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഒന്നും അല്ല, ഞങ്ങൾ സാധാരണ ചെയ്യണ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നത് മാത്രം. ബീഫ് റോസ്റ്റ് ആവോ ബീഫ് കറിയാവോ എന്നൊന്നും അറിയില്ല. ഇത് എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി കരഞ്ഞ അങ്ങോട്ട് ഓടേണ്ടി വരും. അപ്പൊ ഞങ്ങളുടെ ബീഫ് റോസ്റ്റ് വീണ്ടും റോസ് ആകും. ഇതിലൊക്കെ ഒരുപാട് ബീഫിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഫിറോസ്ക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ വെറുതെ നമ്മൾ ചെയ്യണമെന്ന് കാണിച്ചൊന്നും അത്ര അല്ല. അതിനകത്ത് വെറൈറ്റീസ് ആയിട്ടൊന്നും ഇല്ല. ഉള്ളി ഒരു സെറ്റായിട്ടുണ്ട്, കാണാണ്ടല്ലോ അല്ലേ, നല്ല ബ്രൗൺ കളർ. അതിൽ കുറച്ചുള്ളി നമ്മൾ മൊരിഞ്ഞതുപോലെ ആയിട്ടുണ്ട്, കുറച്ചുള്ളി പാടിയതുപോലെ ആയിട്ടുണ്ട്. ആ ഒരു പരുവത്തിലാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുക. ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇടപ്പോ അപ്പോ ഒതുക്കി ഇടാപ്പൂട്ടാ അങ്ങട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതാക്കണം കേട്ടോ, വേവിക്കണം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി അങ്ങോട്ട് സെറ്റായിട്ട് വെന്ത് കിട്ടത്തില്ല. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ സംഭവം ഒരുമിച്ച് ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകപ്പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. അപ്പം അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്തിരി വെള്ളം ഇത് നന്നായിട്ട് മസാലയുടെ പച്ചമണം പോണത് വരെ ഇളക്കണം കേട്ടോ. തീ കുറച്ച് വെക്കി ഇവിടുത്തെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. തീ കുറച്ച് വെക്കിയത് ഗ്യാസ് അടുപ്പല്ലല്ലോ മകനെ, അത് മറന്നു പോയിണ്ടോ കുട്ടി? അല്ല, ഈ താഴത്ത് തീ മൂക്കിനിങ്ങനെ കത്തുമ്പോൾ ബീഫ് നമ്മൾ ആദ്യം കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ബീഫ് മസാലയും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കാം കേട്ടോ. നമുക്ക് മസാല ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. മസാലയുടെ പച്ചമുളകൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഇത് വെള്ളമായിട്ട് മസാല വെള്ളത്തിൽ നല്ല മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് വന്നിട്ട് നല്ല ഒന്ന് ഇതായി വന്നിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതാണ് നമ്മൾ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വെച്ച ബീഫ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ 1 കിലോ ബീഫാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. മസാലയിൽ കണ്ടിട്ട് ബീഫിൻ്റെ ഇത് അറിയുന്നില്ല. ഓക്കെ ഗൈസ്, ഇനി ബീഫിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുമിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ചേർത്ത് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തത്. തേങ്ങക്കൊത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആവട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഓക്കെ, ഒന്ന് തേങ്ങക്കൊത്ത് ഇട്ട് നമുക്ക് 2 മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്നും കൂടി സെറ്റായിക്കോട്ടെ. ഇതിനകത്ത് കിടന്നിട്ട് ഉരുളക്കിഴങ്ങും ബീഫൊക്കെ പാടെ ഒന്നും കൂടി സെറ്റായിക്കോട്ടെ. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഏകദേശം അല്ല, നല്ല ശരിയായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചെടുത്താണ് കേട്ടോ. മറ്റേ പട്ടയും ഗ്രാമ്പും ഒക്കെ മേടിച്ചിട്ട് അത് പൊടിച്ചെടുത്താണ് കേട്ടോ. അതും കൂടി എടുത്തുള്ളൂ. അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം നന്നായിട്ട് അടിക്കുന്നു. കുറച്ച് ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഏകദേശം മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കഴിച്ചു നോക്കിയാലോ? വായ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ആദ്യം നോക്കി ഞാൻ അപ്പൂസും കൂടെ ടേസ്റ്റ് നോക്കാൻ പോകണ്ട എങ്ങനെയുണ്ടെന്ന്. അപ്പൂസിന്റെ വായിൽ വെള്ളമൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ. വായോ നമ്മുടെ വായിൽ പിന്നെ കപ്പല് കൂടാണ്. കഴി
ചൂട് ചെറുതായിട്ടുണ്ട് കേട്ടാ. എക്സ്പ്രഷൻ അവിടെ സ്ഥിരം ഡയലോഗ് അടിപൊളി. സ്ഥിരം നന്നായിട്ടോ, ശരിക്കും പറയാം നന്നായിട്ടോ. പൊളി പൊളി പൊളിയായിട്ടോ. ഇതിന് ചോറ നല്ലത്. പൊറോട്ടേ ഞാൻ ടേസ്റ്റ് ആണ് കൊടുന്നു. അടിപൊളിയായിട്ടോ. വിചാരിച്ചതിനേക്കാളും സെറ്റായിട്ടുണ്ട്. ഞാൻ കൊളായിന്ന് വിചാരിച്ചത്, പക്ഷെ അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പുറത്ത് പറയല്ല കേട്ടോ, സൂപ്പറായിട്ട്. സ്പെഷ്യൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ ബൈ. ഞങ്ങളെ ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്.